തെരഞ്ഞെടുപ്പ് ദിവസം ഹരിതകർമ്മ സേനാംഗങ്ങളെ പോലീസ് വിരട്ടി ഓടിച്ചതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് താമരക്കുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രതിഷേധിച്ചു. സംഭവത്തിൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്ന് ഇവർ പറഞ്ഞു. താമരക്കുളം കണ്ണനാകുഴി ഗവൺമെന്റ് LP സ്കൂളിൽ ഉൾപ്പെടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഹരിതകർമ്മ സേനാ പ്രവർത്തകരെയാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോലീസ് വിരട്ടി ഓടിച്ചത്. താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ 26ഓളം പേരെയാണ് കണ്ണനാകുഴി വാർഡിലെ 3 ബൂത്തുകളിലായി നിയോഗിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മുതൽ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ജോലികളിൽ വ്യാപൃതരായിരുന്നു. തങ്ങളെ ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചെന്ന് ഇവർ പറഞ്ഞപ്പോഴും അത് കേൾക്കാൻ പോലീസ് തയ്യാറായില്ലെന്നാണ് ഇവരുടെ പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പോലീസ് നീതി പാലിക്കുക, ഹരിതകർമ്മ സേനയ്ക്ക് നീതി ലഭിക്കുക. പോലീസിന്റെ നടപടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. അംഗങ്ങളായ താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ 34 പേരെയും വിവിധ വാർഡുകളിൽ നിന്ന് അതാത് വാർഡുകളായത് വിവിധ വാർഡുകളിൽ ബൂത്തുകളിലേക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തത് ഇലക്ഷൻ കമ്മീഷന്റെയും കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഞങ്ങൾ വിവിധ ബൂത്തുകളിൽ തലേദിവസം മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ ബാലറ്റ് പേപ്പർ കൊണ്ടുപോകുന്നവരെ ഞങ്ങളവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് സർക്കുലറും ഉണ്ട്, ഞങ്ങൾക്ക് ഇതുണ്ട്, കത്തും ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞങ്ങൾ അവിടെ ചെന്നു. രാവിലെ തലേദിവസം ചെന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 8 മണിക്ക് അതാത് ബൂത്തുകളിൽ ചെന്നു. എല്ലാരെയും കണ്ട് ഞങ്ങൾ അവിടെ മാറി പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് മാറ്റി വെച്ച് ഞങ്ങൾ മാറി ഒരിടത്ത് ഇരിക്കുമായിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് പോലീസുകാർ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ഇട്ടിട്ടില്ല, നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ആക്ഷേപിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ബൂത്തുകളിൽ നിന്ന് ഇറങ്ങി വിട്ടു. ഞങ്ങളുടെ കൂടെ നിന്ന മറ്റ് സഹപ്രവർത്തകർക്കും അതാത് ബൂത്തുകളിൽ നിന്ന് ആക്ഷേപമല്ല, അതായത് കൂടെ വോട്ടർമാരുടെ മുന്നേ വെച്ച് അവർക്ക് ആക്ഷേപമായിട്ടാണ് കേട്ടത്. നാളെ സമയം നമ്മൾ എല്ലാ വാർഡുകളിലും പോയി അവരുടെ മുന്നേ കൈനീട്ടും എല്ലാം ചെയ്യുന്നതാ. പക്ഷെ ഈ പ്രാവശ്യം അവരുടെ മുന്നേ പോയി നമ്മളെ ഒരു വേണ്ടാന്നുള്ള രീതിക്കാ പോലീസുകാർ ഞങ്ങൾ ആക്ഷേപിച്ചു. അതിനെതിരെ പോലീസുകാർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു. ഹരിതകർമ്മ സേന ഇനി ഇതിൽ ആക്ഷേപിക്കില്ല. ഇത് 1, 2, 3, 4 വട്ടമായി. ഇനി ഇത് നിർത്തലാക്കാൻ വേണ്ടുന്ന നടപടി എടുക്കുക. അതുപോലെ ഞങ്ങളോട് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളത് കേട്ടേനെ. ഇതല്ലേ ഇറങ്ങിപ്പോ നിന്നെയൊക്കെ ആരാ ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നത്? പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങണം. ഞങ്ങൾക്ക് 1 സെക്കൻഡ് പോലും സമയം, ഞങ്ങളുടെ ബാഗ് എടുക്കാൻ പോലും സമയം തരാതെ ഞങ്ങളുടെ നേരെ ചാടിയാ വന്നത്. അന്ന് വോട്ടർമാർ മൊത്തം കൂടി എന്നിട്ട് ഒരാൾ വന്നേച്ച് പറഞ്ഞ് അവരെ എന്തോ കാര്യത്തിനെ ഇറക്കി വിടുന്നത് നിങ്ങളെന്നും പറഞ്ഞ് അദ്ദേഹത്തോട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ആ മനുഷ്യൻ. വീഡിയോ ഈ 3 പേരുടെ ഞങ്ങൾ 4 പേരാണ് നിന്ന്. അത് ഒരുത്തി രാവിലെ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളാരും കൂടി ഇരിക്കണ്ട, പ്രശ്നം ഉണ്ടാവെന്ന് പറഞ്ഞ സുജാത എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളാ. അപ്പൊ ആ പുള്ളി ഇനി പോകുന്ന 9 മണിയായപ്പോ പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുക, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ 10-10:30 നമ്മളോട് ഇതുപോലെ വന്ന് മര്യാദയില്ലാതെ അദ്ദേഹം സംസാരിച്ചിട്ട് ഞങ്ങൾക്കത് പീഡനം പോലെ ആയിപ്പോയി. ഭയങ്കര പ്രശ്നമായിരുന്നത്. ഇവിടെ ഞങ്ങൾ പോയ 3 പേരും കരഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.